നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം ഉത്തരാഖണ്ഡിലേക്കാണ്, ഹൽദ്വാനിയിലേക്കാണ്. അവിടെ കോടതി ഉത്തരവിനെ തുടർന്ന് ഒരു മദ്രസ പൊളിക്കുകയും വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ആളുകൾ കൊല്ലപ്പെട്ടു. 4 പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നിരോധനാജ്ഞ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഷൂട്ട് അറ്റ് സൈറ്റ് പ്രശ്നമുണ്ടായാൽ ആ സമയത്ത് തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മദ്രസ പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ നേരത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ബുൾഡോസർ രാജിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ സംഭവം എത്രമാത്രം ഗൗരവമുള്ളതാണ്? ഈ ഷൂട്ട് അറ്റ് സൈറ്റൊക്കെ ഉത്തരവ് വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ മദ്രസ പൊളിച്ചൊരു ചെറിയ പ്രശ്നമാണ്. ആക്ച്വലി ഒരു വളരെ നിസ്സാരമായ പ്രശ്നമാണ്. അവിടെ അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഹൽദ്വാനിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ 50,000 മനുഷ്യർ, അതുകൊണ്ട് 1,00,000 മനുഷ്യർ ഒരു തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം അത് വാർത്ത കൊടുത്താണ് നമ്മൾ മനസ്സിലാവും. കോളനി എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശം പോലെ തൊട്ടടുത്തടുത്ത് വീടുകളിലുള്ള 50,000 മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അതിന് തൊട്ടടുത്ത് റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ റെയിൽവേയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ആളുകൾ മുഴുവൻ ഒഴിപ്പിക്കണമെന്ന് റെയിൽവേ പറയുകയാണ്. അത് റെയിൽവേയുടെ ഭൂമിയാണെന്ന് റെയിൽവേ വാദിക്കുന്നു. അവിടെ താമസിക്കുന്ന ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ 50 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. ഇത് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, ഞങ്ങളിതിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇത് റെയിൽവേയുടെ ഭൂമിയാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. അത് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ അവസാനം അവരുടെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഈ താമസക്കാർ സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് 2023 ജനുവരി മുതൽ. ഒരു വർഷമായി. അപ്പോൾ ആ സ്റ്റേയിൽ പിന്നെ റെയിൽവേയോടും കേന്ദ്ര സർക്കാരിനോടും ഉത്തരാഖണ്ഡ് സർക്കാരിനോടൊക്കെ വിശദീകരണം ചോദിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിൽ ഈ പറയുന്ന ഈ 50,000 പേർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ഹൽദ്വാനിയിലെ ഒരു മദ്രസ പൊളിച്ചു കളയുന്നു. അപ്പോൾ ഈ 1,00,000 പേരെ കുടിയൊഴിപ്പിക്കുന്ന ഒരു വിഷയം, 1,00,000 മനുഷ്യരാണ്. മോസ്റ്റ് ഓഫ് ദം ആർ മുസ്ലിംസ്. അതൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ 1,00,000 മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾ അവരെ പുനരധിവാസം ഉറപ്പാക്കാതെ അവർക്ക് നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് ഒഴിപ്പിക്കുന്നതെന്നാണ് സുപ്രീം കോടതി ഇവരുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ചോദിച്ചത്. ഒറ്റ ആഴ്ച കൊണ്ട് വീണെന്നായിരുന്നു. 1,00,000 മനുഷ്യർ ഒന്ന് ആലോചിച്ച് നോക്കുക. 1,00,000 മനുഷ്യർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടില്ല, അവരെങ്ങോട്ടാണ് പോവുക എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കെ അതേ പ്രദേശത്തുള്ളൊരു മദ്രസ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് പെട്ടെന്ന് പൊളിച്ചു കളയാണ്. അപ്പോൾ അത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഒന്ന് സുപ്രീം കോടതിയിൽ സ്റ്റേ കൊടുത്തിരിക്കുന്ന, സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തൊരു സംഭവത്തിൽ ഓടി വന്ന് ഒരു മദ്രസ പൊളിച്ചാൽ അതെന്ന് വെച്ചാൽ അത് അവിടെ ഫ്ലെയറപ്പ് ചെയ്യണം, അത് പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള കാരണം തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഈ മാർച്ച് 8-ാം തീയതി വരെ പ്രതീക്ഷിച്ചേ പറ്റൂ. ഈ ഇന്ത്യൻ ഡെമോക്രസിയെ സംബന്ധിച്ച് 2019 ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു. സെയിം ഇക്കുറി നമുക്കൊരു പുൽവാമയൊന്നും ഉണ്ടായിട്ടില്ല, ഭാഗ്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. തെരഞ്ഞെടുപ്പ് മാർച്ച് 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഈ മാസം, ഫെബ്രുവരി മാസം വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറയുന്ന ഒന്ന്, രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം ഗ്യാൻവാപി പള്ളിയിൽ പൂജ അനുവദിക്കുന്നു കോടതി. മറ്റ് മധുരയിൽ അവകാശവാദം ഉന്നയിക്കുന്നു, മധുരയിലെ ഒരു പള്ളിയിൽ. അപ്പോൾ മൊത്തം പലയിടത്തും ഒരു ദർഗ വിട്ടുകൊടുക്കാൻ അവകാശവാദങ്ങൾ വരും. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് കോടതിയുടെ ഭാഗത്തു നിന്നായാലും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ മാസം വളരെ വളരെ നിർണായകമാണ്. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ അവിടെ ഉണ്ടായത് എന്ന് വെച്ചാൽ ഒരു വയലൻസ് തന്നെയാണ്. അവർ ഇത് പള്ളി പൊളിക്കാൻ വന്നപ്പോൾ നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞു, മദ്രസ പൊളിക്കാൻ വന്നപ്പോൾ. അപ്പോൾ അവരതിലേക്ക് കുറേ കൂടി ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപത്തിലേക്ക് വരാൻ കാരണം ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഈ 50,000 പേരെ ഒരുമിപ്പിച്ച് ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻ, ഒരു പ്രൊജക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇവർക്കറിയാം ഇത് ഒരെണ്ണം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊക്കെ ഇതിൻ്റെ പേര് പറഞ്ഞ് ഇനിയും പൊളിക്കാൻ പറ്റും, ആ വീടുകൾ കുടിയൊഴിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ വയലൻ്റായത്. അപ്പോൾ ജനങ്ങൾ വയലൻ്റായി കഴിഞ്ഞാൽ അവർ തടയാൻ ശ്രമിച്ചു, പോലീസ് അവരെ വെടിവെക്കുന്നു, സ്ത്രീകളെ ലാത്തിക്കടിക്കുന്നു. അതിൽ ദൃക്സാക്ഷികൾ പറയുന്നത് വീടിൻ്റെ ഡോറിലേക്ക് വരെ പോലീസ് വെടിവെക്കുകയായിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഉത്തരാഖണ്ഡിലാവട്ടെ, യു പിയിലാവട്ടെ, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലെയറപ്പ് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളോട് നിങ്ങൾ പ്രതിഷേധിക്കരുത്, ബുൾഡോസറായിട്ട് വന്നാൽ പ്രതിഷേധിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കിടപ്പാടാണ് പോകുന്നത്. കാരണം ഇതിപ്പോൾ ഒരു മദ്രസയാണ് വിളിച്ചത്, അതിലാരും താമസക്കാരില്ല എന്നുള്ളത് ശരി. പക്ഷേ ഇത് നോട്ടീസെങ്കിലും കൊടുക്കണ്ടേ? കുറഞ്ഞ വർഷം നമ്മൾ പൊളിക്കാൻ പോകുന്ന നോട്ടീസെങ്കിലും കൊടുക്കണമല്ലോ.
അപ്പോൾ അവർ പ്രതിഷേധിച്ചത് തെറ്റാണ്, അവർ വെടിവെച്ചത് തെറ്റാണ്, അങ്ങനെയല്ലല്ലോ പറയുന്നത്. അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെപ്പറ്റി ആശങ്കയുള്ള ആളുകൾ ആലോചിക്കണം. കാരണം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വേറെ രീതിയിലാണ് അതിൻ്റെ നറേറ്റീവ് വരിക. അത് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ ധാരാളമായി നമ്മൾ പ്രതീക്ഷിക്കണം. അത് തന്നെയാണ് പറയാനുള്ളത്. യെസ്, യാജിംസ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു സാധാരണ സംഭവത്തിനപ്പുറത്തേക്ക് ഇത് നടക്കുന്ന സമയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപാട് അവകാശവാദങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ എത്ര കണ്ട് ഗൗരവമുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇന്നിപ്പോൾ ഈ കളക്ടർ തന്നെ പറഞ്ഞത് ഈ പോലീസ് വെടിവയ്പ്പിലല്ല ആളുകൾ കൊല്ലപ്പെട്ടത്, പ്രതിഷേധക്കാരുടെ തന്നെ തോക്കിൽ നിന്ന് വെടിപൊട്ടിയാണ് ആളുകൾ മരിച്ചത് എന്നാണ്. ഓക്കെ, രേഷ്മ നോക്കൂ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള 2 ഭാഗങ്ങളായി പുറത്തുവിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നിങ്ങൾ സംസാരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടുകൾ തകർക്കപ്പെടും. ഈ തലക്കെട്ടിൽ അവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ബുൾഡോസർ രാജിന് വ്യാപകമായി ഇരകളാക്കപ്പെടുന്നുവെന്നാണ്. 128 സംഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നു. അതിൽ 617 അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ 128 സംഭവങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അവർ പറയുന്നത് അൺലോഫുൾ ആയിട്ടുള്ള ആക്ഷൻസാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി ആളുകളുടെ കെട്ടിടങ്ങൾ പൊളിച്ചു കളയാണ്. അവരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, മറ്റ് താമസ ഇടങ്ങളൊക്കെ തന്നെയും പൊളിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടസ്റ്റിൽ പങ്കാളിയായതിനോ നിങ്ങളുടെ പേരിൽ വ്യാജമായി പേര് ചേർത്തതിനോ ഒക്കെ നിങ്ങളുടെ വീട് പൊളിച്ചു കളയുക എന്ന് പറയുന്ന സമീപനം എടുക്കണം. അപ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് വലിയ തോതിലുള്ള എന്താ പറയുന്നത് ഒരു യത്നം സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നു ചൂണ്ടിക്കാണിക്കുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ പോലെ ഒരു സംഘടന. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇത് കാണാൻ. ഇപ്പോൾ നേരത്തെ അജ്മസ് പറഞ്ഞത് ഹൽദ്വാനി എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ സംഭവം കൊണ്ടല്ല. അതിന് മുമ്പ് 4670 കുടുംബങ്ങൾ ഒറ്റയാഴ്ച കൊണ്ട് ഇറങ്ങിപ്പോകണം എന്ന് ഒരു ഭരണകൂടം ഉത്തരവിറക്കുകയാണ്. 7 ദിവസം കൊണ്ട് പോകണം. ആ പോകുന്നതിന് പറഞ്ഞ കാരണം ഇതെല്ലാം അൺലോഫുൾ ആയിട്ടുള്ള താമസമാണ്, ഇതൊന്നും അനധികൃത കയ്യേറ്റമാണ്, ഇവിടെ ഇനി താമസിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അവരതിന് ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും അത് ശരിവെച്ചു. ഇപ്പോൾ ഈ മദ്രസ പൊളിക്കാൻ ഉത്തരവിട്ടിരിക്കുന്ന ഹൈക്കോടതി ഉണ്ടല്ലോ, അതേ ഹൈക്കോടതിയാണ് 4700 കുടുംബങ്ങളെ ഒറ്റയാഴ്ച കൊണ്ട് ഇറക്കി വിടണമെന്ന സർക്കാർ ഉത്തരവിന് തുല്യം ചാർത്തി കൊടുക്കുകയും ചെയ്തു. അന്നും ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. സുപ്രീം കോടതി നിശിതമായ വിമർശനത്തോടെയാണ് അത് സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, അവിടെ പരമ്പരകളായി താമസിക്കുന്ന മനുഷ്യരോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. ഈ ഇറങ്ങിപ്പോകണമെന്ന് ഒഴിപ്പിക്കണമെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ സർക്കാർ ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്, അവിടെയുള്ള ആളുകൾക്ക് വീട്ടു നമ്പറുണ്ട്, വൈദ്യുതി കണക്ഷനുണ്ട്. നിങ്ങൾ അനധികൃതമായി കയ്യേറ്റത്തിലൂടെ ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുമോ? നിങ്ങൾക്ക് അവിടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഓഫീസുകൾ വരുമോ? ഇല്ല. പക്ഷേ ഇത് അനധികൃത കയ്യേറ്റമാണ് എന്ന് ആരോപിക്കുന്നിടത്ത് എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൈവശാവകാശത്തെയും സർക്കാർ അംഗീകരിച്ചതിൻ്റെ രേഖകളുണ്ട്. അവിടെ നിന്നാണ് ഇത് അനധികൃതമാണെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞ് ഇറക്കി വിടുന്നത്, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മദ്രസ തകർത്ത സ്ഥലത്തെയും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കയ്യേറ്റമാണ് എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ രേഖകളോ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ രേഖകൾ ചോദിച്ചു, പോലീസ് വല്ലാതെ വയലൻ്റ് ആവുകയും ആ വയലൻസാണ് പിന്നീട് തുടർച്ചയിൽ ബഹളമായി മാറുകയും ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് ഇങ്ങനെ ആളുകളെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ആ പ്രശ്നങ്ങളുടെ ഒരു ഉമിത്തിയിൽ ഈ രാജ്യത്തെ അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് നിലനിർത്തുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ് ഞങ്ങളൊരു ഭാഗം എടുത്തു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വയലൻ്റ് ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിയ വയലൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മധുരയും ഗ്യാൻവാപ്പിയും വേണം എന്ന് ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണ്. വേണ്ടത്ര വയലൻസിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അന്ന് ബാബരി മസ്ജിദിൻ്റെ കാലത്തുണ്ടായതുപോലെയുള്ള ഒരു പ്രക്ഷോഭമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യങ്ങൾ അത് കുറച്ചുകൂടി നോർമലൈസ്ഡ് ആയതുകൊണ്ടും അതിൽ ആളുകൾ യൂസ്ഡ് ആയി പോകുന്നൊരു അപകട സാഹചര്യത്തിനുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തീ ഉണ്ടാക്കാൻ കഴിയുക എന്നത് ആലോചിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. മറ്റേ അവിടെ നിന്ന് ആളുകൾ ഇറക്കിവിടുക എന്നുള്ള പ്രത്യേക പ്ലാനും അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഹൽദ്വാനിയിലെ ആളുകൾ കുഴപ്പക്കാരും സംഘർഷകാരികളുമാണ്, അവരെ ഇറക്കിവിടണം എന്ന് നീതിപീഠങ്ങൾക്ക് മുമ്പിൽ നോക്കൂ, മൊത്തം കുഴപ്പമാണെന്ന് സ്ഥാപിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിനൊപ്പം തന്നെ വർഗീയമായ ചേരിതിരിവ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ പ്ലാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിർഭാഗ്യമായിട്ട് നമ്മളവിടെ കാണുന്നത്. അതിനകത്ത് ഇങ്ങനെ സ്ട്രക്ചറുകൾ പൊളിച്ചു കളയാം, ഈ പള്ളികൾ പൊളിക്കുക, വീടുകൾ പൊളിക്കുക എന്നത് ഒരു പ്രത്യേക വിഭാഗം മാത്രം അനുഭവിക്കുന്ന ഒന്നാണ്. നോക്കൂ, രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടും ഹിന്ദുത്വവാദികൾ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടത്തി. ഈ പ്രകടനങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും കൊള്ളാം, മഹാരാഷ്ട്രയിലും തെലങ്കാനയിലുമെല്ലാം മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി. ചില ആളുകൾ മുസ്ലിം പള്ളിയുടെ ഗേറ്റ് ചാടി തുറന്ന് അകത്ത് കയറാൻ ശ്രമിച്ചു, ചില ആളുകൾ ചെരുപ്പെറിഞ്ഞു, പടക്കെറിഞ്ഞു, ഒരു ശ്മശാനത്തിന് തീ പിടിപ്പിച്ചു. അങ്ങനെ പല സംഭവം ഉണ്ടായി. അതിൻ്റെ പേരിൽ പലർക്കെതിരെയും കേസെടുത്തു. യു.പിയിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, തെലങ്കാനയിലൊക്കെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പ്രതികളാക്കപ്പെട്ട മനുഷ്യരുടെ വീട് പൊളിച്ച് കളഞ്ഞിട്ടില്ല.
അതേസമയം ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു ഒരു ആഘോഷ റാലിയുടെ മേലെ രണ്ട് കുട്ടികൾ തുപ്പി എന്നൊരു കള്ളക്കേസ് ഉണ്ടാക്കി. ആ കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തൊട്ട് പിന്നാലെ അവർ രണ്ടുപേരുടെയും വീട് പൊളിച്ചു കളഞ്ഞു. ആ വീട്ടുകാർക്ക് മനസ്സിലായില്ല എന്തിനാണ് വീട് പൊളിച്ചതെന്ന്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഈ ആഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്നുള്ളതാണ് കേസ്. എന്നിട്ട് ഇതിലെ പരാതിക്കാരൻ പിന്നീടൊന്ന് പറഞ്ഞതറിയോ, പോലീസ് എന്തോ എഴുതിയിട്ട് താഴെ ഞങ്ങളോട് ഒപ്പിടാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടില്ല എന്നാണ്. അപ്പോൾ വ്യാജമായി ഉണ്ടാക്കുന്ന പരാതികളിന്മേൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുക, അതിൻ്റെ പേരിൽ ആളുകളുടെ വീട് തകർത്ത് കളയുന്നത് ഇന്ത്യയിൽ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആംനസ്റ്റിയുടെ റിപ്പോർട്ടും വായിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് പരമാവധി സംയമനം പാലിക്കണമെന്നാണ് നമുക്ക് എല്ലാവരോടും പറയാനും, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹവും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം എവിടെ നിന്നെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് വലിയ തോതിൽ തീയായിട്ട് ആളെ കത്തുകയും അവിടെ മറ്റെല്ലാം മറന്ന് മനുഷ്യർ പ്രത്യേക വികാരത്തിൽ വോട്ട് ചെയ്യുകയും അങ്ങനെ വീണ്ടും 370 സീറ്റുമായിട്ട് അധികാരത്തിൽ വരികയെന്ന് സ്വപ്നം കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നിരാശ, നമ്മളൊരു 5 വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് നിരാശ. അവിടെ അപ്പോഴിതാ ഇതുപോലെ ഓരോ സംഗതി കയറി വരികയാണ്. ഉത്തരവിട്ടിരിക്കുകയാണ്. 4 പേര് കൊല്ലപ്പെട്ടു. 4 പേര് കൊല്ലപ്പെട്ട ആരാ കൊന്നവരെ? ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾ മാത്രം കൊല്ലപ്പെടുകയും പോലീസ് വെടിവെക്കുകയും ചെയ്യാണ്. അതിനൊന്നും ഉത്തരവില്ല, അതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക്, 10 വർഷത്തിൻ്റെ കണക്കെടുക്കണ്ട, 10 വർഷത്തിൻ്റെ അല്ല, കോൺഗ്രസ് ഭരിക്കും മുതൽ ഇങ്ങോട്ടുള്ള ദീർഘമായ ചരിത്രം നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാലും ആളുകൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെട്ടതും കൊല്ലപ്പെട്ടതും വ്യാജ ഏറ്റുമുട്ടലുടെ കഥ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള സംഗതിയല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് സീരിയസ് ആയിട്ടൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ നിരാശ. പ്രതിഷേധങ്ങളെ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഇനിയും പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെയുള്ള മനുഷ്യരുടെ ശബ്ദം കേൾക്കാതെ പോകുന്നത് വലിയ നിരാശ നൽകുന്നു.